ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ദേവു സ്റ്റഡി വേൾഡിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ കറണ്ട് അഫയേഴ്സിന്റെ അടുത്ത സെറ്റ് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അപ്പോൾ നമ്മുടെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആര്? ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് നിയമിതനായത് ആരാണ്? കൃഷ്ണമൂർത്തി സുബ്രഹ്മണ്യമാണ്. കൃഷ്ണമൂർത്തി സുബ്രഹ്മണ്യം. നെക്സ്റ്റ്, 2024 ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളം ഏതാണ്? 2024 ഏറ്റവും മികച്ച വിമാനത്താവളം ഏതാണ്? ദോഹ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. ദോഹ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളമാണ് 2024 ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളം ഏതാണ്? ദോഹ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളം. നെക്സ്റ്റ്, 2024 ഏപ്രിലിൽ ഇന്ത്യ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ വിതരണം ചെയ്തത് ഏത് രാജ്യത്തിനാണെന്നാണ്? അത് ഫിലിപ്പൈൻസിനാണ്. അതായത് 2024 ഏപ്രിലിൽ ഇന്ത്യ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ വിതരണം ചെയ്തത് ഏത് രാജ്യത്തിനാണ്? ഫിലിപ്പൈൻസിനാണ്. ഫിലിപ്പീൻസ്. നെക്സ്റ്റ്, 2024 ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിന്റെ പരിശീലകനായിട്ട് നിയമിതനായത് ആര്? 2024 ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിന്റെ പരിശീലകനായിട്ട് നിയമിതനായത് ആരാണ്? ഹരേന്ദ്ര സിംഗ് ആണ്. ഹരേന്ദ്ര സിംഗ് ആണ് 2024 ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിന്റെ പരിശീലകനായിട്ട് നിയമിതനായത്. നെക്സ്റ്റ്, ഏത് ബഹിരാകാശ ഏജൻസിയുടെ അന്തരീക്ഷ നിരീക്ഷണ ഉപഗ്രഹമാണ് ടൈംസ്? അപ്പൊ ടൈംസ് എന്ന് പറയുന്നത് അന്തരീക്ഷ നിരീക്ഷണ ഉപഗ്രഹമാണ്. അത് ഏത് ബഹിരാകാശ ഏജൻസിയുടേതാണെന്നാണ് ചോദ്യം. ആൻസർ നാസയാണ്. നാസയുടെ അന്തരീക്ഷ നിരീക്ഷണ ഉപഗ്രഹമാണ് ഏത്? ടൈംസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, നൈഫ് മെഡിറ്റേഷൻ ആഫ്റ്റർ ആൻ അറ്റംപ്റ്റഡ് മർഡർ. നൈഫ് മെഡിറ്റേഷൻ ആഫ്റ്റർ ആൻ അറ്റംപ്റ്റഡ് മർഡർ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണെന്നാണ്? ആരുടേതാണ് ഈ പുസ്തകം? സൽമാൻ റുഷ്ദിയുടേതാണ്. സൽമാൻ റുഷ്ദിയുടെ പുസ്തകമാണ് നൈഫ് മെഡിറ്റേഷൻ ആഫ്റ്റർ ആൻ അറ്റംപ്റ്റഡ് മർഡർ എന്ന പുസ്തകം. നെക്സ്റ്റ്, ഇന്ത്യൻ വ്യോമസേന ഏത് രാജ്യത്ത് നിന്നാണ് ഇഗ്ല എന്ന് പറയുന്ന മിസൈൽ വാങ്ങുന്നത്? ഇന്ത്യൻ വ്യോമസേന ഏത് രാജ്യത്ത് നിന്നാണ് ഇഗ്ല എന്ന മിസൈൽ വാങ്ങുന്നത്? ഏത് രാജ്യത്ത് നിന്നാണ്? റഷ്യയാണ്. റഷ്യയിൽ നിന്നാണ് ഇന്ത്യൻ വ്യോമസേന ഇഗ്ല എന്ന മിസൈൽ വാങ്ങുന്നത്. 2024 ഏപ്രിൽ 15 ഏത് കവിയുടെ 151 ജന്മവാർഷികമാണ് ആഘോഷിച്ചത്? ഏത് കവിയുടെയാണ്? കുമാരനാശാന്റേതാണ്. അപ്പൊ കുമാരനാശാന്റെ ജന്മവാർഷികമാണ് നമ്മൾ 2024 ഏപ്രിൽ 15 ആഘോഷിച്ചത്. എത്രാമത്തെയാണ്? 151ാമത്തേതാണ്. അടുത്ത ചോദ്യം, നിലാവ് കുടിച്ച സിംഹങ്ങൾ എന്ന ആത്മകഥ ആരുടേതാണ്? ഇത് നിലാവ് കുടിച്ച സിംഹങ്ങൾ എന്ന് പറയുന്നത് ആത്മകഥയാണ്. ഇത് ആരുടേതാണ്? അത് എസ് സോമനാഥിൻ്റെതാണ് നിലാവ് കുടിച്ച സിംഹങ്ങൾ എന്ന ആത്മകഥ. നെക്സ്റ്റ്, ഫോർ സ്റ്റാർ ഓഫ് ഡെസ്റ്റിനി എന്ന പുസ്തകം രചിച്ചത് ആരാണ്? അത് MM നരവനെയാണ്. ഫോർ സ്റ്റാർ ഓഫ് ഡെസ്റ്റിനി എന്ന പുസ്തകം രചിച്ചത് MM നരവനെ. നെക്സ്റ്റ്, 2024 മെയ്യിൽ ചൈന വിജയകരമായി വിക്ഷേപിച്ച ചന്ദ്രന്റെ മറുപുറത്ത് നിന്നും സാമ്പിളുകൾ ശേഖരിച്ച് ഭൂമിയിലെത്തിക്കുന്നതിനുള്ള ദൗത്യം ഏതാണ്? അത് ചാങ്-E-6 ആണ്. അപ്പൊ ചാങ്-E-6 ആരുടേതാണ്? ചൈനയുടേതാണ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ചൈന വിജയകരമായിട്ട് വിക്ഷേപിച്ച ചന്ദ്രന്റെ മറുപുറത്ത് നിന്നുള്ള സാമ്പിളുകൾ ശേഖരിച്ച് ഭൂമിയിൽ എത്തിക്കുന്നതിനുള്ള ദൗത്യമാണ് ഇത് ചാങ്-E-6 എന്ന് പറയുന്നത്. വിക്ഷേപിച്ചത് എന്നാണ്? 2024 മെയ്യിലാണ്. നെക്സ്റ്റ്, 2024 2024 സീസണിലെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ കിരീട ജേതാക്കൾ. 2024 സീസണിലെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീട ജേതാക്കളാണ് ആര്? കൊൽക്കത്തയാണ്. 2024 സീസണിലെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീട ജേതാക്കൾ ആരാണ്? കൊൽക്കത്ത.
നെക്സ്റ്റ് 2023 നടന്ന 19ാമത് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകൾ എത്രയാണ്? 2023 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ നേടിയ മെഡലുകൾ എത്രയാണ്? 107 ആണ്. 2023 നടന്ന എത്രാമത്തെ ഏഷ്യൻ ഗെയിംസ് ആണ്? 19ാമത്തെ ഏഷ്യൻ ഗെയിംസ് ആണ്. ഇനി ഓരോ സിഗരറ്റിലും ആരോഗ്യ മുന്നറിയിപ്പ് രേഖപ്പെടുത്തിയ ആദ്യ രാജ്യം ഏതാണ്? കാനഡയാണ്. അപ്പോൾ ഓരോ സിഗരറ്റിലും ആരോഗ്യ മുന്നറിയിപ്പ് രേഖപ്പെടുത്തിയ ആദ്യ രാജ്യം ഏതാണ്? കാനഡയാണ്. കേരളത്തിലെ ആദ്യ AI ആങ്കർ അല്ലെ AI അവതാരിക ആരാണ്? കേരളത്തിലെ ആദ്യത്തെ AI അവതാരിക ആരാണ്? ഇവാനിയാണ്. ഇവാനി എന്ന ആങ്കറാണ്. ഇത് ഏത് ചാനലിലാണ്? മീഡിയ വൺ ന്യൂസ് ചാനലിലാണ്. മീഡിയ വണ്ണിലെ ആങ്കറാണ് ഇവാനി. കേരളത്തിലെ ആദ്യത്തെ AI ആങ്കറാണ് ഇവാനി. ഏത് ചാനലാണ്? മീഡിയ വൺ ആണ്. അടുത്തത് സംവരണ സമുദായങ്ങളിലെ മികച്ച പാർലമെന്റേറിയൻ ഉള്ളതാണ്. പാർലമെന്റേറിയനുള്ള പ്രഥമ അംബേദ്കർ അയ്യങ്കാളി പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? അപ്പോൾ സംവരണ സമുദായത്തിലെ മികച്ച പാർലമെന്റേറിയനുള്ള പ്രഥമ അംബേദ്കർ അയ്യങ്കാളി പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? കൊടിക്കുന്നിൽ സുരേഷ് ആണ്. കൊടിക്കുന്നിൽ സുരേഷ്. നെക്സ്റ്റ് 2024 ഫെബ്രുവരിയിൽ ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 117 ആണ്. 117 ആണ്. അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ 500 വിക്കറ്റ് നേടിയ രണ്ടാമത്തെ ഇന്ത്യൻ താരം. അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ 500 വിക്കറ്റ് നേടിയ രണ്ടാമത്തെ ഇന്ത്യൻ താരമാണ് ആര്? രവിചന്ദ്രൻ അശ്വിനാണ്. രവിചന്ദ്രൻ അശ്വിൻ. അപ്പോൾ അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ 500 വിക്കറ്റ് നേടിയ രണ്ടാമത്തെ ഇന്ത്യൻ താരമാണ് ആര്? രവിചന്ദ്രൻ അശ്വിനാണ്. അതുപോലെ തന്നെ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒരു ടീമിനെതിരെ 100 വിക്കറ്റും 1000 റൺസും തികയ്ക്കുന്ന ആദ്യ ഇന്ത്യൻ താരവും ആര് തന്നെയാണ്? രവിചന്ദ്രൻ അശ്വിൻ തന്നെയാണ്. രവിചന്ദ്രൻ അശ്വിനാണ്. അടുത്തത് അന്താരാഷ്ട്ര വാട്ടർ കോൺക്ലേവിന്റെ വേദി. വേദി എവിടെയാണ്? ഷില്ലോങ് ആണ്. അപ്പോൾ ഷില്ലോങ് ആണ് അന്താരാഷ്ട്ര വാട്ടർ കോൺക്ലേവിന്റെ വേദി. നെക്സ്റ്റ് ഇന്ത്യയിലെ റിമോട്ട് പൈലറ്റ് ട്രെയിനിങ് ഓർഗനൈസേഷൻ ആരംഭിച്ച IIT ഏതാണ്? അത് IIT ഗുവാഹത്തിയാണ്. ഇന്ത്യയിലെ റിമോട്ട് പൈലറ്റ് ട്രെയിനിങ് ഓർഗനൈസേഷൻ ആരംഭിച്ച IIT ഏതാണ്? IIT ഗുവാഹത്തിയാണ്. അപ്പോൾ റിമോട്ട് പൈലറ്റ് ട്രെയിനിങ് ഇന്ത്യയിൽ ആരംഭിച്ചത് എവിടെയാണ്? ഏത് IIT ആണെന്ന് ചോദിച്ചാൽ ഏതാണ്? IIT ഗുവാഹത്തിയാണ്. അപ്പോൾ 20 ചോദ്യങ്ങൾ അടങ്ങുന്ന സെറ്റാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.